ആശുപത്രിക്ക് മുന്നിൽ ഡ്രെയിനേജ് മാലിന്യം പൊട്ടിയൊലിക്കുന്നത് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ദുരിതങ്ങൾ സൃഷ്ടിക്കുന്നു. തിരുവനന്തപുരം ശാസ്തമംഗലം ശ്രീരാമകൃഷ്ണൻ മിഷൻ ആശുപത്രിക്ക് മുന്നിലാണ് കഴിഞ്ഞ 4 ദിവസമായി മാലിന്യം പൊട്ടിയൊഴുകുന്നത്. നിത്യവും നൂറുകണക്കിന് രോഗികളും സന്ദർശകരുമാണ് ഇതുവഴി കടന്നു പോകുന്നത്. മാത്രമല്ല, കാഷ്വാലിറ്റിയിലേക്കും പ്രസവ വാർഡ്, കുട്ടികളുടെ വാർഡ്, ഓപ്പറേഷൻ തിയേറ്റർ, ICU എന്നിവിടങ്ങളിലേക്കും ഈ വഴിയിലൂടെയാണ് പോകേണ്ടത്. കക്കൂസ് മാലിന്യം ഉൾപ്പെടെ പ്രദേശത്ത് രൂക്ഷമായ ദുർഗന്ധമാണ് സൃഷ്ടിക്കുന്നത്. ഇത് ഒരു അസുഖമായിട്ട് വന്ന് ഹോസ്പിറ്റലിൽ വരുന്ന 2000 പേര് വരുന്നുണ്ട്. ഒരു അസുഖമായിട്ട് വന്നിട്ട് 2 ഹോസ്പിറ്റലിൽ തിരിച്ചു പോകേണ്ട ഗതിയാണ്. ഈ വെള്ളം മൊത്തം ഹോസ്പിറ്റലിലും കയറുന്നുണ്ട്. നാട്ടുകാർക്കെല്ലാം പ്രശ്നമാണ്, കടക്കാർക്കെല്ലാം വിഷയമാണ്. ഹോട്ടലിൽ വേസ്റ്റ് വെള്ളം വിടുന്നതാണ് പറഞ്ഞത്. അതിൽ മൊത്തം പോകുന്നത് മാലിന്യമാണ് പോകുന്നത്. ഭയങ്കര സ്മെല്ലായിരുന്നു. 3-4 ദിവസം കൊണ്ട്. ഇന്നലെ രാത്രിയാണ് MLA വിളിച്ച് പറഞ്ഞ് അത് റെഡിയാക്കിയിട്ടുണ്ടെന്നാണ്. ഇപ്പോഴും ആ സ്മെല്ല് പോയിട്ടില്ല. അത് വേസ്റ്റ് വെള്ളം പോകുന്ന അതല്ല, മേനോളല്ല. മൊത്തവും മാലിന്യം അഴുക്ക ഇത് പോകുന്നത് ഡ്രെയിനേജ് പിടിച്ച് കൊടുത്തിരിക്കുകയാണ്. എന്തെങ്കിലും അതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് പറയുന്നുണ്ട്. അധികൃതർ ഇടപെട്ട് എത്രയും വേഗം ഇതിനൊരു പരിഹാരം കാണണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. തലസ്ഥാന വാർത്തകൾ, തിരുവനന്തപുരം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Arabian Fashion Jewelry Wholesalers and Manufacturers. ആറ്റിങ്ങൽ, പോത്തങ്കോട്, ആലങ്കോട്, തൃശൂർ, ദുബായ്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.